ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നമ്മൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചത്, നമ്മുടെ ഡ്രോയിങ് ഷീറ്റിന്റെ സ്പെസിഫിക്കേഷൻസ്, അതിന്റെ സൈസ്, പിന്നെ നമ്മൾ ഓരോന്നിനും എന്തൊക്കെ IS കോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇത് ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഓക്കെ, ഇനി ഇതിൽ നമുക്കിനി അഡീഷണൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള സർഫസ് ഏരിയ. നമ്മളിപ്പോൾ ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് പറഞ്ഞല്ലേ, ഇനി ഈ സൈസിന് പോലെ തന്നെ അതിന്റെ സർഫസ് ഏരിയ നമ്മൾ പഠിക്കണം. എന്ത് പഠിക്കണം? നമുക്ക് സർഫസ് ഏരിയ. ഓക്കെ, ഓരോ ഡ്രോയിങ് ഷീറ്റിനും എന്തുമാത്രം സർഫസ് ഏരിയ ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ A0 ഷീറ്റ്. A0 ഷീറ്റിന് 1 സ്ക്വയർ മീറ്റർ ആണ് നമ്മുടെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. A0 ഷീറ്റ് എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ മീറ്റർ ആണ് അതിന്റെ സർഫസ് ഏരിയ. ഇനി A1 ഷീറ്റ് എന്ന് പറഞ്ഞാലോ, A1 എന്ന് പറഞ്ഞാൽ 0.5 സ്ക്വയർ മീറ്റർ. അതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ A0 ഷീറ്റിനെ അതിന്റെ ലെങ്ത് വൈസ് പകുതിയായിട്ട് എന്താണ് ഫോൾഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൈസാണ് A1 എന്ന് പറയുന്നത്. അതായത് അതിന്റെ പകുതി ഏരിയയെ വരത്തുള്ളൂ. ഇനി A1നെ വീണ്ടും അതിന്റെ പകുതിയായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ A2 സൈസ് എന്ന് പറയുന്നത്. സോ അതെന്ന് പറഞ്ഞാൽ 0.5ന്റെ പകുതി എത്രയാണ്? 0.25 സ്ക്വയർ മീറ്റർ ആണ്. ഓക്കെ, ഇനി A3 സൈസ് ആണെങ്കിലോ, A3 സൈസ് ആണെങ്കിൽ ഈ 0.25ന്റെ പകുതി, ദാറ്റ് ഈസ് 0.125 സ്ക്വയർ മീറ്റർ. ദെൻ A4 സൈസ് ആണെങ്കിൽ അതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.625 സ്ക്വയർ മീറ്റർ. ഓക്കെ, അപ്പൊ ഈ സർഫസ് ഏരിയ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രോയിങ് ഷീറ്റ് ഏതാണ്? ദ സൈസ് ഓഫ് ഷീറ്റ്. നമ്മൾ ദ സൈസ് ഓഫ് ഷീറ്റ് എന്തിനാണ് യൂസ്ഡ് ഫോർ? അപ്പൊ ഈ സൈസിലെല്ലാം നമുക്ക് എന്തുണ്ട്? ഡ്രോയിങ് ഷീറ്റ് ഉണ്ട് അല്ലെ? ഈ സൈസിലെല്ലാം നമുക്ക് ഡ്രോയിങ് ഷീറ്റ് ഉണ്ട്. എന്നാൽ ഇതില് നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷീറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് A2. ഏതാണ്? A2 ഷീറ്റ് ആണ് നമ്മൾ എന്താണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ടൈറ്റിൽ ബ്ലോക്ക്. നമ്മുടെ ഒരു ഡ്രോയിങ് ഷീറ്റ്, നമ്മൾ ഡ്രോയിങ് ഷീറ്റില് നമ്മുടെ ടൈറ്റിലൊക്കെ എഴുതുന്ന ഭാഗത്തിന് കുറച്ച് ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? അതായത് ഇത് നമ്മളിപ്പോൾ ടൈറ്റിൽ എഴുതാനുള്ള ആ ഭാഗമാണെങ്കിൽ ഈ ഒരു ബോക്സ് നമ്മൾ ഇവിടെ ബോട്ടം റൈറ്റ് കോർണറിലായിട്ട് നമ്മൾ വരയ്ക്കും. എന്നിട്ട് അവിടെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് അത് എത്രയായിരുന്നു? ഇറ്റ് ഈസ് 150 mm ആയിരുന്നു. ആൻഡ് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 50 mm ആയിരുന്നു. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് നമ്മുടെ പേര്, റോൾ നമ്പർ, ക്ലാസ് ഇതെല്ലാം എഴുതണം. എവിടെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്? ഫസ്റ്റത്തെ സെക്ഷനിൽ എന്ന് പറഞ്ഞാൽ നെയിം, ഇവിടെ വരുന്നത് നെയിം, ദെൻ ഇവിടെ ആയിട്ട് തന്നെ റോൾ നമ്പർ. ഓക്കെ, നെയിം, റോൾ നമ്പർ. ദെൻ അടുത്ത് വരുന്നത് ക്ലാസ് എന്താണ്? ക്ലാസ്സും പിന്നെ കോളേജ് ഏതാന്ന് വെച്ചാ. ഓക്കെ, കോളേജ്. ദെൻ അടുത്ത് വരുന്നത് പ്ലീറ്റ് നമ്പർ, ദെൻ ഡേറ്റ്. ഓക്കെ, ദെൻ ടൈറ്റിൽ ഓഫ് ദ ഡ്രോയിങ് നമ്മൾ ഇവിടെ കൊടുക്കും. ദെൻ ആ ഒരു നമ്മൾ എന്ത് ഡ്രോയിങ് ആണ് വരയ്ക്കുന്നത് അതിന്റെ എന്താണ് അതിന്റെ ഒരു റഫ് സ്കെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വരച്ച് വെക്കും. ഓക്കെ, ഇവിടെ ആയിട്ട് നമ്മൾ അതിന്റെ ഒരു റഫ് സ്കെച്ച് വരയ്ക്കും. ഇനി നമ്മൾ ഇവിടെ ആയിട്ട് എന്ത് ചെയ്യും? അതിന്റെ സ്കെയിൽ 1:1 ആണോ എന്താണെന്നൊക്കെ നമ്മൾ കൊടുക്കും. ദെൻ ഇവിടെ ഓൾ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ 6 mm ആണോ സെന്റിമീറ്ററിലാണോ നമ്മൾ എടുത്തതെന്നും കൂടി നമ്മളതിൽ എന്ത് ചെയ്യും? നമ്മളതിൽ കാണിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ടൈറ്റിൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ടൈറ്റിൽ ബ്ലോക്ക് വരുമ്പോൾ ടൈറ്റിൽ ബ്ലോക്ക് എന്ന് പറയുന്നതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇറ്റ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് ഡ്രോയിങ് ഷീറ്റ്. ഓക്കെ, ടൈറ്റിൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് ഡ്രോയിങ് ഷീറ്റ്. ഡ്രോയിങ് ഷീറ്റിന്റെ ഇൻഡെക്സ് ആണ് എന്ന് പറയുന്നത് ടൈറ്റിൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടൈറ്റിൽ ബ്ലോക്കിൽ അപ്പൊ എന്തൊക്കെ നമ്മുടെ ഇൻക്ലൂഡഡ് ആയിരിക്കണം? സ്കെയിൽ ഓഫ് ഡ്രോയിങ് വേണം, പ്രോജക്ട് നെയിം ഏതാണോ അത് വേണം, ദെൻ ഡ്രോയിങ് നമ്പർ, പ്രൊജക്ഷൻ ടൈപ്പ് ഏതാണ്, ദെൻ ഓൾ ഡയമെൻഷൻസ് ഇൻ വിച്ച് സ്കെയിൽ എന്നുള്ളത് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ നെയിം, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ കണ്ടത് ഏതായിരുന്നു? ഡ്രോയിങ് ഷീറ്റ് ആയിരുന്നു അല്ലെ? അടുത്ത് വരുന്നത് ഡ്രോയിങ് ബോർഡ്. ഏതാണ് നോക്കേണ്ടത്? അടുത്ത ഡ്രോയിങ് ബോർഡ്. നമ്മൾ ഡ്രോയിങ് ഷീറ്റിന് IS കോഡ് പറഞ്ഞ പോലെ തന്നെ ഈ ഡ്രോയിങ് ബോർഡിന് നമുക്ക് എന്തുണ്ട്? IS കോഡ് ഉണ്ട്. IS 1444/1989. ഓക്കെ, ഇതാണ് നമ്മുടെ ഡ്രോയിങ് ബോർഡിന്റെ IS കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഡ്രോയിങ് ബോർഡിന്റെ ഒരു റഫ് സ്കെച്ച് നമ്മൾ വരച്ച എങ്ങനെയായിരിക്കും? ഡ്രോയിങ് ബോർഡ് എന്തിനാണ്? നമ്മുടെ ഡ്രോയിങ് ഷീറ്റിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡ്രോയിങ് ബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രോയിങ് ബോർഡ് എന്ന് വയ്ക്കുക. ദെൻ ഓക്കെ, അതിനൊരു തിക്നെസ് ഉണ്ടായിരിക്കും. ദെൻ ഇവിടെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്റൺസ്. ഇവിടെ നമ്മൾ ഈ കൊടുക്കുന്ന ഈ ഒരു പ്രൊജക്ഷൻ ഇവിടെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന വുഡൻ മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാറ്റൺസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ബാറ്റൺസ് എന്ന് വിളിക്കും. ഓക്കെ, ദെൻ ഇത് ബാറ്റൺസ് ആണ്. ദെൻ ഇവിടെ ആയിട്ട് ഇതിനെ ഇത് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്ക്രൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു എഡ്ജിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഈസ് എബണി എഡ്ജ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? എബണി എഡ്ജ് എന്ന് വിളിക്കും. ആൻഡ് ഇതെന്ന് പറയുന്നത് എന്താണ്? സ്ട്രിപ്സ് ആണ്. ഓക്കെ, ഇതാണ് ഒരു പാർട്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ജോയിനറി എന്ന് പറയുന്നത്, ജോയിനറി നമ്മൾ ഡ്രോയിങ് ബോർഡിൽ യൂസ് ചെയ്യുന്ന ജോയിനറി എന്ന് പറഞ്ഞാൽ ടങ് ആൻഡ് ഗ്രൂവ് ജോയിന്റ്. ഏതാണ്? ടങ് ആൻഡ് ഗ്രൂവ് ജോയിന്റ് ആണ് നമ്മൾ ഡ്രോയിങ് ബോർഡിൽ യൂസ് ചെയ്യുന്ന ജോയിനറി എന്ന് പറയുന്നത്. ഇനി ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വുഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സോഫ്റ്റ് വുഡ്. ഏതാണ്? സോഫ്റ്റ് വുഡ് ആണ് നമ്മൾ ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ വുഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എഫ് ഫോർ ഫിർ. ഓക്കെ, ഫിർ. ദെൻ എൽ എന്ന് പറഞ്ഞാൽ ലിനോലിയം. ദെൻ ഒ എന്ന് പറഞ്ഞാൽ ഓക്ക്. ദെൻ പി എന്ന് പറഞ്ഞാൽ പൈൻ. ഓക്കെ, അപ്പൊ ഇത്രയും വുഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഇത്തരത്തിലുള്ള സോഫ്റ്റ് വുഡ് ആണ് നമ്മൾ ഡ്രോയിങ് ബോർഡിന്റെ കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ സ്ട്രിപ്സ് എത്ര എണ്ണം ഉണ്ടാവും? ഇറ്റ് ഈസ് 4 to 6 നമ്പേഴ്സ് ആയിരിക്കും. നമ്പേഴ്സ് ഓഫ് നാരോ സ്ട്രിപ്സ് ആണ് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഡ്രോയിങ് ബോർഡ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഈ ബാറ്റൺസ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ബാറ്റൺസ് ആർ പ്രൊവൈഡഡ് ടു റെസിസ്റ്റ് ദ വാർപ്പിംഗ്. ഓക്കെ, എന്തിനാണ് ബാറ്റൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ബാറ്റൺസ് ആർ പ്രൊവൈഡഡ് ടു റെസിസ്റ്റ് എന്തിനാണ്? വാർപ്പിംഗ്. ഓക്കെ, വാർപ്പിംഗ് റെസിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ബാറ്റൺസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ എബണി എഡ്ജ് എന്ന് പറഞ്ഞാൽ അല്ലെ, ഈ എബണി എഡ്ജിന് വർക്കിംഗ് എഡ്ജ് ഓഫ് ഡ്രോയിങ് ബോർഡ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് വർക്കിംഗ് എഡ്ജ് ഓഫ് ഡ്രോയിങ് ബോർഡിന് അറിയപ്പെടുന്നത്? എന്താണ്? എബണി എഡ്ജ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ബാറ്റൺസ് എന്ന് പറയുന്നത് നമ്മൾ വാർപ്പിംഗ് ഒക്കെ റെസിസ്റ്റ് ചെയ്യാനാണ് ബാറ്റൺസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വർക്കിംഗ് എഡ്ജ് ഓഫ് ഡ്രോയിങ് ബോർഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എബണി എഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ എബണി എഡ്ജിലാണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുന്നത്? നമ്മുടെ ടി സ്ക്വയർ ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ എബണി എഡ്ജ് ആണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് എഡ്ജ് ഹെൽപ്സ് ടു ഗൈഡ് ദ സ്കെയിൽ. അപ്പൊ ഇതെന്ത് ചെയ്യും? ഹെൽപ്സ് ടു ഗൈഡ് ദ സ്കെയിൽ. സ്കെയിൽ ഏതാണ്? നമ്മൾ ടി സ്ക്വയർ ഒക്കെ ആയിരിക്കും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ടി സ്ക്വയറിനൊക്കെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ ആണ് എബണി എഡ്ജ്. വർക്കിംഗ് എഡ്ജ് ആണ് എബണി എഡ്ജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിൽ ഏതൊക്കെ വുഡ് യൂസ് ചെയ്യും? സോഫ്റ്റ് വുഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഫ്ലോപ്പ് എന്നുള്ള ഇത് എടുത്തു കഴിഞ്ഞാൽ ഫിർ, ലിനോലിയം, ഓക്ക്, പൈൻ, ഇത്രയും ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഡ്രോയിങ് ബോർഡിന് ഒരു സ്ലോപ്പ് ഉണ്ട്. എന്താണ്? സ്ലോപ്പ് ഓഫ് ഡ്രോയിങ് ബോർഡ്. സ്ലോപ്പ് ഓഫ് ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1:8 അല്ലെങ്കിൽ 20 ഡിഗ്രി. സ്ലോപ്പ് ഓഫ് ഡ്രോയിങ് ബോർഡ് എത്രയാണ്? 1:8 അല്ലെങ്കിൽ 20 ഡിഗ്രി ആണ് സ്ലോപ്പ് ഓഫ് ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ A0, A1, A2, A3 എന്ന് പറഞ്ഞ ഡ്രോയിങ് ഷീറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അതുപോലെ തന്നെ നമ്മൾ ഡ്രോയിങ് ബോർഡിന് നമ്മൾ അതേപോലെ നെയിമിൽ ഡെസിഗ്നേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് എന്തുവാ? ഫസ്റ്റത്തെ ഡ്രോയിങ് ബോർഡിന്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് D0. നമുക്ക് D0 ഉണ്ട്, ദെൻ D1 ഉണ്ട്, ദെൻ D2 ഉണ്ട്, D3 ഉണ്ട്. നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും എന്തുണ്ട്? നമുക്ക് ഡ്രോയിങ് ബോർഡ് ഉണ്ട്. അപ്പൊ ഈ D0 എന്ന് പറയുന്ന ഡ്രോയിങ് ഷീറ്റ് ഏതിനായിരിക്കും യൂസ് ചെയ്യുന്നത്? A0 സൈസ് ഷീറ്റിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ, A0 സൈസ് ഷീറ്റിനായിരിക്കും ടു ബി യൂസ്ഡ് വിത്ത് ഷീറ്റ് സൈസസ്. ഓക്കെ, അപ്പൊ നമ്മുടെ D0 എന്നുള്ള ഡ്രോയിങ് ബോർഡ് നമ്മൾ A0 ഡ്രോയിങ് ഷീറ്റിനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. D1 ആണെങ്കിലോ A1, D2 A2, D3 A3. ഓക്കെ, അതിൽ വേറെ ഡൗട്ട് ഒന്നുമില്ല. ഇനി നമുക്ക് ഇതിന്റെ സൈസ് കണ്ടുപിടിക്കണം, സൈസ് പഠിക്കണം. ഓക്കെ, സൈസ് നമ്മൾ mm ലാണ് പറയുന്നത്.
ലെങ്ത്, വിഡ്ത്ത്, തിക്നെസ്, ഇത് മൂന്നും നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യും. സോ D0 സൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1500 by 1000 by 25 ആണ് നമ്മുടെ D0 ഡ്രോയിങ് ബോർഡിന്റെ സൈസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ അടുത്ത് വരുന്ന ലെങ്ത് എന്ന് പറയുന്നത് 1000 by then 1500ന്റെ ഏതാണ്ട് ഒരു പകുതി എത്രയാണ് 700 by 25. തിക്നെസ് എന്ന് പറയുന്നത് സെയിം ആണ്. D0യ്ക്കും D1നും തിക്നെസ് എത്രയാണ് 25 mm തന്നെയാണ്. ഇനി അടുത്ത് വരുന്നത് ഇവിടെ വരുന്ന 700, then 1000ന്റെ പകുതി എത്രയാണ് 500, then നമ്മുടെ ഇവിടുത്തെ തിക്നെസ് എന്ന് പറയുന്നത് 15 ആണ്. D3 സൈസ് വന്നത് again നമ്മുടെ 500 വരും. then ഈ 700ന്റെ പകുതി എത്രയാണ് 350, then 15 തന്നെയാണ് ഇവിടത്തെയും തിക്നെസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സൈസ് എല്ലാം പഠിക്കണം. then നമ്മളെ നേരത്തെ ഡ്രോയിങ് ഷീറ്റ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് വെച്ചാല് നമ്മളെ റൈറ്റിംഗ് ബോർഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഡ്രോയിങ് ഷീറ്റ് ആണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് A4. ഓക്കെ, A4 ആണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ റൈറ്റിംഗ് ബോർഡ്. റൈറ്റിംഗ് ബോർഡിൽ യൂസ് ചെയ്യുന്ന ഏതാണ് A4 സൈസ് ഷീറ്റ് ആണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത നമ്മുടെ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് T-സ്ക്വയർ. ഏതാണ് T-സ്ക്വയർ ആണ്. ഓക്കെ, T-സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും അത് എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാല് എന്താ ഈ ഒരു ഷേപ്പില്. ഓക്കെ, ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ T-സ്ക്വയർ ഇരിക്കുന്നത്. ആൻഡ് ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ഇതിനെയാണ് നമ്മൾ വർക്കിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. നമ്മുടെ ഡ്രോയിങ് ബോർഡിന്റെ കേസിൽ വർക്കിംഗ് എഡ്ജ് ഏതായിരുന്നു എബണി എഡ്ജ് ആയിരുന്നു. ഓക്കെ, ഈ വർക്കിംഗ് എഡ്ജ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബിവൽഡ്. എന്ത് വിളിക്കും? ബിവൽഡ്. ദെൻ ഇതെന്ന് പറയുന്ന ബ്ലേഡ് ആണ്. ദെൻ ഇതിനെ നമ്മൾ ഹെഡ് അഥവാ സ്റ്റോക്ക് എന്ന് വിളിക്കും. ഓക്കെ, ഹെഡ് അഥവാ സ്റ്റോക്ക്. ഓക്കെ, ഇനി ഇതിന്റെ ഈ വെർട്ടിക്കൽ സൈഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഹൊറിസോണ്ടൽ സ്ലൈഡ് അല്ലെങ്കിൽ ബ്ലേഡ് എന്ന് വിളിക്കും. അതായത് ഈ ഒരു വെർട്ടിക്കൽ സ്ലൈഡ്. ഓക്കെ, ബ്ലേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ സൈഡ്. ഓക്കെ, വെർട്ടിക്കൽ സൈഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഹൊറിസോണ്ടൽ സൈഡ്. സ്റ്റോക്ക് ഹൊറിസോണ്ടൽ സൈഡ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്ലേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ T-സ്ക്വയർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? T-സ്ക്വയർ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ടു ഡ്രോ. T-സ്ക്വയർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു ഡ്രോ എന്താണ് ഹൊറിസോണ്ടൽ ലൈൻ ഓൺലി. എന്താണ്? ഹൊറിസോണ്ടൽ ലൈൻസ് മാത്രം വരയ്ക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? T-സ്ക്വയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ T-സ്ക്വയറിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ T-സ്ക്വയറിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് designated by blade length. ഈ ബ്ലേഡിന്റെ ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? T-സ്ക്വയറിന്റെ സൈസ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ വർക്കിംഗ് എഡ്ജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിവൽഡ് എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ ഡ്രോയിങ് ബോർഡ് സൈസിനും ഓരോ ഡ്രോയിങ് ബോർഡ് സൈസിനും ഡിഫറെന്റ് T-സ്ക്വയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അതായത് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ ഈ ഡ്രോയിങ് ബോർഡ് D0 എന്നുള്ള ഡ്രോയിങ് ബോർഡിന് നമ്മൾ യൂസ് ചെയ്യുന്ന T-സ്ക്വയർ ഏതാണ്? ഇറ്റ് ഈസ് T0. ദെൻ T-സ്ക്വയർ ഏതാണെന്നാണ് പറയുന്നത്. ഓക്കെ, T-സ്ക്വയർ. അപ്പൊ D1-നാണെങ്കിലോ T1, D2-നാണെങ്കിൽ T2, D3-നാണെങ്കിൽ T3. ഇനി ഇതിന്റെ സൈസ് നമ്മൾ പഠിക്കണം. സൈസ് ഓഫ് T-സ്ക്വയർ നമ്മൾ അറിയണം. ഓക്കെ, എന്താണ് സൈസ് ഓഫ് T-സ്ക്വയർ? ഓക്കെ, സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ mm-ലാണ് പറയുന്നത്. ഓക്കെ, സൈസ് ഓഫ് T-സ്ക്വയർ പറയുന്നത് ഇൻ mm. അതിൽ ഫസ്റ്റ് സൈസ് നമ്മൾ മേടിക്കേണ്ടത് T0. T0യുടെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1500 പ്ലസ് ഓർ മൈനസ് 10 mm. ഓക്കെ, നമ്മുടെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എന്താണ്? ബേസ്ഡ് ഓൺ ദ ബ്ലേഡ് ലെങ്തിന്റെ ബേസിസിലാണ് നമ്മൾ T-സ്ക്വയറിന്റെ സൈസ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പൊ T0 എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ സൈസ് എത്രയാണ്? 1500 പ്ലസ് ഓർ മൈനസ് 10 mm. ഇനി T1 ആണെങ്കിലോ അതിൽ നിന്ന് 500 കുറച്ചാൽ മതി. എത്രയാണ്? 1000 പ്ലസ് ഓർ മൈനസ് 10 mm. ഇനി അടുത്ത T2 വരുവാണെങ്കിൽ 700 പ്ലസ് ഓർ മൈനസ് 5 mm. ആൻഡ് T3 വരുവാണെങ്കിൽ 500 പ്ലസ് ഓർ മൈനസ് 5 mm. അപ്പൊ ഈ സൈസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ അറിഞ്ഞിരിക്കണം. അപ്പൊ സൈസ് ഓഫ് T-സ്ക്വയർ നമ്മൾ ഈ ഒരു ഓരോ ഡ്രോയിങ് ബോർഡിനും നമ്മൾ ഏത് ഡ്രോയിങ് ഷീറ്റ് ഏത് T-സ്ക്വയർ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ്. D0 ആണെങ്കിൽ T0 A0 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. D1 ആണെങ്കിൽ T1 A1 ആണ് യൂസ് ചെയ്യുന്നത് പറയാം. പക്ഷെ സൈസ് നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. ദാറ്റ് ഈസ് T0 ആണെങ്കിൽ 1500 പ്ലസ് ഓർ മൈനസ് 10 mm ആണ് സൈസ്. T1 ആണെങ്കിൽ 1000 പ്ലസ് ഓർ മൈനസ് 10 mm. ദെൻ T2 ആണെങ്കിൽ 700 പ്ലസ് ഓർ മൈനസ് 5 mm. T3 ആണെങ്കിൽ 500 പ്ലസ് ഓർ മൈനസ് 5 mm.